ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്യൂൻ ഓഫ് ടേസ്റ്റി ആൻഡ് ടിപ്സ് എന്ന നമ്മുടെ ഈ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കാസർഗോഡൻ സ്പെഷ്യൽ സാമ്പാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഈ ഒരു സാമ്പാർ ചോറിനെക്കാട്ടി ഉപരി ദോശയുടെയോ ഇഡലിയുടെയോ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു സാമ്പാർ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഈ ഒരു സാമ്പാർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1/4 കപ്പ് തുവരപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത്. ഇത് നല്ലതുപോലെ 2-3 പ്രാവശ്യം കഴുകിയതിന് ശേഷം കുറച്ച് സമയം വെള്ളത്തിലൊന്ന് കുതിർത്തെടുത്തതാണ്. അതിനുശേഷം ഇത് വെള്ളത്തിൽ നിന്ന് ഊറ്റി നമുക്കിത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ സാമ്പാറിലേക്ക് വേണ്ടുന്ന കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് കുമ്പളങ്ങ ചെറുതായി നുറുക്കിയതാണ് എടുത്തിട്ടുള്ളത്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് വെള്ളരിക്കയും ഉപയോഗിക്കാവുന്നതാണ്. കുമ്പളങ്ങ എടുത്ത അതേ അളവിൽ തന്നെ നമുക്ക് ഉരുളക്കിഴങ്ങ് അരിഞ്ഞതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല മീഡിയം വലുപ്പത്തിലുള്ളൊരു കഷ്ണങ്ങളായിട്ടാണ് ഞാൻ ഉരുളക്കിഴങ്ങൊക്കെ അരിഞ്ഞെടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 കത്രിക്കയും കൂടെ ചെറുതാക്കി മുറിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കത്രിക്കയ്ക്ക് പകരം നമുക്ക് വഴുതനങ്ങ വേണമെങ്കിലും ഇതിലേക്കായിട്ട് ഉപയോഗിക്കാം. ഇനി ഇതിലേക്ക് ഒരു 10-12 ചുവന്നുള്ളിയും അതുപോലെ അരമുറി സവാളയും കൂടെ ചെറുതായി മുറിച്ചതും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി നമുക്ക് ഈ കഷ്ണങ്ങളിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഈ കഷ്ണങ്ങൾ മുങ്ങി നിൽക്കുന്ന രീതിയിൽ നമുക്ക് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു തവി ഉപയോഗിച്ച് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഈ കുക്കർ അടച്ച് വെച്ച് നമുക്കൊരു 2 വിസിൽ വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. കഷ്ണങ്ങളൊക്കെ വെന്ത് വരുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് ഈ സാമ്പാറിലേക്ക് വേണ്ടുന്ന ഒരു അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ചീനിച്ചട്ടിയിലേക്ക് 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് 5-6 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഇത് നല്ല എരിവുള്ള വറ്റൽമുളക് ആയതുകൊണ്ട് തന്നെ ഞാനിവിടെ 6 എണ്ണം മാത്രമേ ചേർക്കുകയുള്ളൂ. നിങ്ങൾക്ക് എരിവിന് ആവശ്യത്തിനുള്ളത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി 1/2 ടേബിൾ സ്പൂൺ മല്ലിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി ഒരു 2-3 അല്ലി വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം. ഇപ്പോഴിതാ വെളുത്തുള്ളിയൊക്കെ ഒന്ന് പൊട്ടി മല്ലിമുളകും എല്ലാം മൂത്ത നല്ലൊരു മണം വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് തേങ്ങാ ചിരവിയത് ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ ഒരു 4-5 ചുവന്നുള്ളി ചെറുതായി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം. തീ ഒത്തിരി കൂട്ടി വെക്കാതെ ചെറിയ തീയിലിട്ട് വേണം നമുക്ക് ഈ തേങ്ങ നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാൻ. ഇപ്പോഴിതാ നമ്മളുടെ ഈ തേങ്ങ ഞാൻ നല്ലതുപോലെ വറുത്ത് നല്ലൊരു ബ്രൗൺ നിറത്തിലേക്ക് വന്നിട്ടുണ്ട്. ഇത്ര തന്നെ മതിയാകും. ഇനി നമുക്കിത് ഗ്യാസ് ഓഫാക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു നെല്ലിക്കയുടെ വലിപ്പത്തിലുള്ള വാളംപുളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഇത് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. അതിന് ശേഷം നമുക്കിത് വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റ് രൂപത്തിൽ തന്നെ അരച്ചെടുക്കണം. ആ ചീനിച്ചട്ടിയിലേക്ക് തന്നെ നമുക്ക് 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഒരു 2-3 പച്ചമുളക് നെടുകെ പിളർന്നതിട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. പച്ചമുളക് കളറൊക്കെ മാറി അത്യാവശ്യം ഒന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 4-5 വെണ്ടയ്ക്ക ഇതുപോലെ ചെറുതാക്കി നുറുക്കിയതും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. വെണ്ടയ്ക്ക ഇതുപോലെ ഒന്ന് വഴന്ന് കിട്ടുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് ചെറുതായി അരിഞ്ഞ് 2 തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്കിനിയും അല്പം ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊന്ന് ഇളക്കി അടച്ച് വെച്ച് നമുക്കിതൊന്ന് വെന്ത് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. വെണ്ടയ്ക്കയും തക്കാളിയൊക്കെ ആവശ്യത്തിൽ നിന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇത്ര തന്നെ മതിയാകും. ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കാം. ഈ സമയം കൊണ്ട് തന്നെ നമ്മൾ സാമ്പാറിലേക്ക് വേണ്ടുന്ന കഷ്ണങ്ങളൊക്കെ ആവശ്യത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വഴറ്റി വെച്ചിരിക്കുന്ന ആ വെണ്ടയ്ക്കയും തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്കിനിയും ഈ സാമ്പാറിൻ്റെ ചാറിന് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിനെ നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം നമുക്ക് ഉപ്പൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലതുപോലെ തന്നെ ഈ സാമ്പാറിന്ന് തിളപ്പിച്ചെടുക്കാം. സാമ്പാർ ഇതുപോലെ നല്ലതുപോലെ തന്നെ വെട്ടി തിളയ്ക്കണം. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ആ കായപ്പൊടി കൂടി ഇട്ട് കൊടുത്തപ്പോഴത്തേനും നമ്മുടെ സാമ്പാറിൽ നിന്ന് നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് അല്പം കടുകും കൂടി ഒന്ന് താളിച്ചൊഴിക്കാം. അപ്പോഴിതാ
നമ്മളുടെ കാസർഗോഡൻ സ്പെഷ്യൽ സാമ്പാറാണ് ഞാനിവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അതിൻ്റെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പുതിയൊരു വീഡിയോ വരുന്നവരെ താങ്ക് യു.